കഴിഞ്ഞ 4 വർഷമായി ഇന്ത്യൻ ക്രിക്കറ്റിൽ എതിരാളികളില്ലാതെ വിരാജിക്കുകയാണ് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ. സീനിയേഴ്സിനെ അടക്കം വെറുപ്പിച്ച് വിരമിപ്പിച്ചതിന് പിന്നിലും സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ അടക്കമുള്ളവരുടെ ടീമിൽ നിന്നുള്ള പുറത്താകലിന് പിന്നിലെല്ലാം അഗാർക്കർക്ക് വലിയ പങ്കുണ്ട്. മുൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും ഇപ്പോഴത്തെ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയൊന്നും പല വാക്കുകൾക്കും ചെവി കൊടുക്കാറില്ല അഗാർക്കർ. മാത്രമല്ല, തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുത്ത് അത് അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. BCCIയുടെ വലിയ പിന്തുണ ഇക്കാര്യത്തിൽ അഗാർക്കർക്കുണ്ട്. അല്ല, ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായി ഒന്ന് പാളി. ഒരാളൊന്ന് എതിര് നിന്നപ്പോഴേക്ക് അഗാർക്കറിന് പൊള്ളി. അഗാർക്കർ മുട്ടിയത് രോഹിത് ശർമ്മയോടായിരുന്നു, സാക്ഷാൽ ഹിറ്റ്മാനോട്. മുൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ഏകദിന ഭാവി സംബന്ധിച്ച തർക്കങ്ങളാണ് കാര്യങ്ങൾ സങ്കീർണമാക്കിയത്. ഇംഗ്ലണ്ടിനെതിരായ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയോടെ രോഹിത് വിരമിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. രോഹിത്തിനെ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഗംഭീറിന്റെ ടീം മാനേജ്മെന്റുമായി സംസാരിച്ചുവെന്നും ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ലോർഡ്സിൽ നടന്ന 3ാം ഏകദിനത്തിൽ രോഹിത് തകർപ്പൻ സെഞ്ചുറി നേടി. 110 പന്തിൽ 138 റൺസാണ് രോഹിത് അടിച്ചെടുത്തത്. ഇതോടെ സെലക്ടർമാരും മാനേജ്മെന്റും പ്രതിരോധത്തിലായി. അധികം വൈകാതെ ടീമിന്റെ പദ്ധതികളുടെ ഭാഗമായിരിക്കുന്നിടത്തോളം രോഹിത് കളിക്കുമെന്ന് BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയ വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. അഗാർക്കറുമായി കൂടിയാലോചിക്കാതെയാണ് സൈക്കിയ ഇത്തരമൊരു കുറിപ്പിറക്കിയത്. ഇതോടെ ആ ബന്ധം ഉലച്ചിലാണെന്ന് വലിയ രീതിയിൽ വെളിവാക്കപ്പെട്ടു. മാത്രമല്ല, അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങളിലെ മോശം പ്രകടനത്തെക്കുറിച്ചുള്ള അവലോകന യോഗം നടത്താൻ BCCI തീരുമാനിച്ചിരുന്നെങ്കിലും ഇതുവരെ അത് നടന്നില്ല. അവലോകന യോഗം പൂർത്തിയാക്കാതെയാണ് ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ടെസ്റ്റ് പരമ്പരയ്ക്കായി ശ്രീലങ്കയിലേക്ക് തിരിച്ചത്. ഇതോടെയാണ് അഗാർക്കർ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. 2023 ഒക്ടോബറിലാണ് ഇന്ത്യൻ ടീമിന്റെ ചീഫ് സെലക്ടറായി അഗാർക്കർ ചുമതലയേറ്റത്. ഇക്കാലയളവിൽ ഇന്ത്യൻ ടീം 4 ICC ടൂർണമെന്റുകളുടെ ഫൈനൽ കളിച്ചു. 2 T20 ലോകകപ്പ് ഉൾപ്പെടെ 3 ടൂർണമെന്റുകളിൽ കിരീടവും ഉയർത്തി. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ടെസ്റ്റ് വിരമിക്കലിന് കാരണമായത് അഗാർക്കറുടെ കടുംപിടുത്തമായിരുന്നു. ടെസ്റ്റ് ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന ശുഭ്മാൻ ഗില്ലിനെ T20 ലോകകപ്പ് ടീമിൽ നിന്നടക്കം ഒഴിവാക്കിയതും ഇഷാൻ കിഷനെ തിരിച്ചു കൊണ്ടുവന്നതും ധീരമായ തീരുമാനമായിരുന്നു. എന്നാൽ സീനിയർ താരങ്ങളോടുള്ള അഗാർക്കറിന്റെ സമീപനം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു. പേസർ മുഹമ്മദ് ഷമിയെ ഉൾപ്പെടെ സെലക്ഷൻ കമ്മിറ്റി ട്രീറ്റ് ചെയ്തത് വളരെ മോശം രീതിയിലായിരുന്നു. ഞാൻ ഫിറ്റാണെന്ന് സെലക്ഷൻ കമ്മിറ്റിയോട് അങ്ങോട്ട് പോയി പറയണോ എന്ന് ഷമിക്ക് പൊട്ടിത്തെറിക്കേണ്ടി വന്നിരുന്നു. മാത്രമല്ല, താരങ്ങളുടെ പരിക്കിൽ കൃത്യമായ ഇടപെടൽ നടത്താനോ വർക്ക് ലോഡ് മാനേജ്മെന്റ് ചെയ്യാനോ അഗാർക്കറിന്റെ സംഘത്തിനാവുന്നില്ലെന്ന വിമർശനവും ശക്തമാണ്. ഈ വർഷം ജൂണിൽ അഗാർക്കറുടെ കരാർ കാലാവധി അവസാനിച്ചിരുന്നു. 3 മാസത്തേക്ക് കൂടി BCCI നീട്ടി നൽകുകയായിരുന്നു. പിന്നീട് 2027 ഏകദിന ലോകകപ്പ് വരെ അഗാർക്കർ സെലക്ടർ സ്ഥാനത്തുണ്ടാകുമെന്ന് കരുതിയിരിക്കെയാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസ് തലവനായ ഇന്ത്യൻ മുൻ താരം VVS ലക്ഷ്മണെ മുഖ്യ സെലക്ടറാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗംഭീറിന്റെ അഭാവത്തിൽ ലക്ഷ്മൺ ഇന്ത്യൻ ടീമിന്റെ പരിശീലകന്റെ റോളിലും ഉണ്ടായിരുന്നു. മാത്രമല്ല, വിവിധ ഏജ് കാറ്റഗറികളിലായി വർക്ക് ചെയ്തിരുന്ന ലക്ഷ്മൺ നിലവിലെ ടീമിലെ ജൂനിയറായ വൈഭവ് സൂര്യവംശി മുതൽ സീനിയേഴ്സായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ അടക്കമുള്ളവരുമായി നല്ല ബന്ധമാണ് സൂക്ഷിക്കുന്നത്. അടുത്ത മാസം നടക്കുന്ന BCCI വാർഷിക പൊതുയോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും.